Welcome to the general engineering class. Now we continue the chapter Introduction to Digital Electronics. First, SIM. Subscribers Identity Module or Subscriber Identification Module. A subscriber identity module or subscriber identification module SIM is an integrated circuit that securely stores the International Mobile Subscriber Identity IMSI and the related key used to identify and authenticate subscribers on mobile telephony devices such as mobile phones and computers. SIM എല്ലാവർക്കും പരിചിതമാണ്. സിം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന സിം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ. ടെലിഫോൺ സേവനദാതാക്കൾ സബ്സ്ക്രൈബറെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു IC ചിപ്പാണ്. IC ചിപ്പാണ് സിം എന്ന് പറയുന്നത്. ആ സിം ഉപയോഗിച്ച് നമ്മൾ ഏത് ഫോണിലേക്കാണോ കോൾ പോകുന്നത് അല്ലെങ്കിൽ ഫോണിൽ നിന്നാണോ കോൾ വരുന്നത് എല്ലാം ടെലിഫോൺ പ്രൊവൈഡേഴ്സിന് മനസ്സിലാക്കാൻ കഴിയും. ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി IMSI ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് ഐഡന്റിറ്റി. ആ സിം നമ്മുടെ ഫോണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സിം ഉപയോഗിക്കുന്ന ആ സിമ്മിന് കൃത്യമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതാണ് ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. IMEI എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IMEI എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഡിവൈസിന്റെ ഐഡന്റിറ്റി ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ ഐഡന്റിറ്റി ആണ്. മെഷീന്റെ അല്ലെങ്കിൽ ഡിവൈസിന്റെ ഐഡന്റിറ്റി ആണ്. ഇന്റർനാഷണൽ മൊബൈൽ സ്റ്റേഷൻ എക്യുപ്മെന്റ് ഐഡന്റിറ്റി എന്ന് തന്നെ പറയാം. അതാ ഫോണിന് വേണ്ടിയിട്ടുള്ള ഐഡന്റിറ്റി നമ്പറാണ്. ഒരു നമ്പർ ഉണ്ടാവും. അതുപോലെ IMSI എന്ന് പറയുന്നത് ആ സിമ്മിനുള്ള ഐഡന്റിറ്റിയാണ്. എ സിം സർക്യൂട്ട് ഈസ് എംബഡഡ് ഇൻ ടു എ റിമൂവബിൾ പ്ലാസ്റ്റിക് കാർഡ്. ഒരു പ്ലാസ്റ്റിക് കാർഡ്, ഒരു റിമൂവബിൾ പ്ലാസ്റ്റിക് കാർഡിലാണ് നമ്മുടെ സിം സർക്യൂട്ട് എംബഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ സിം വാങ്ങുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കാർഡിന്റെ ഉള്ളിലായിരിക്കും സിം എംബഡ് ചെയ്തിട്ടുണ്ടാവുക. ദിസ് പ്ലാസ്റ്റിക് കാർഡ് ഈസ് കാൾഡ് സിം കാർഡ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് കാർഡിനെ നമ്മള് സിം കാർഡ് എന്നാണ് പറയാ. ആൻഡ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് മൊബൈൽ ഡിവൈസസ്. ഈ സിം നമുക്ക് വിവിധ മൊബൈലിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ കഴിയും. എ സിം കാർഡ് ഫോളോസ് സർട്ടൻ സ്മാർട്ട് കാർഡ് സ്റ്റാൻഡേർഡ്സ്. ഒരു സിം കാർഡ് ഒരു നിശ്ചിത സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താണ് സിം നിർമ്മിക്കുന്നത്. SIM cards were first made the same size as a credit card. നമ്മൾ ബാങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിന്റെ സെയിം സൈസിലാണ് ആദ്യം ഉണ്ടാക്കുന്നത് സിം കാർഡ് ഉണ്ടാക്കുന്നത്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 85.6 mm ഇൻറ്റു 53.98 mm ഇൻറ്റു 0.76 mm. അതാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. The development of physically smaller mobile devices prompted the development of smaller SIM cards, where the quantity of cards surrounding the integrated circuit is reduced. അതായത് നമ്മുടെ മൊബൈൽ ഡിവൈസുകളെല്ലാം തന്നെ ചെറുതായി വന്നു. നമുക്കറിയാം അതിലുപയോഗിക്കുന്ന മൊബൈലിന്റെ പണ്ടത്തെ സൈസും ഇപ്പോഴത്തെ സൈസും വളരെ മാറി വന്നു. അപ്പോൾ അതിലുപയോഗിക്കുന്ന സിമ്മും അതുപോലെ സിം കാർഡിലെ സിമ്മും അതുപോലെ മാറി ചെറുതായി വന്നു. പണ്ട് ഉപയോഗിച്ചിരുന്നത് സിം കാർഡ് വലിയ കാർഡായിരുന്നു. പിന്നെ അത് മൈക്രോ സിമ്മായി. ഇതിന്റെ സിമ്മ് മൈക്രോ സിമ്മായി മാറി ചെറുതായി. വീണ്ടും അത് ചെറുതായിട്ട് നാനോ സിമ്മായി. എ സിം കാർഡ് കണ്ടെയ്ൻസ് ഇറ്റ്സ് യൂണിക് സീരിയൽ നമ്പർ ICCID. ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി IMSI. Security authentication and ciphering information. Temporary information related to the local network
a list of the services the users has access to and two passwords, a personal identification number PIN for ordinary use and a personal unblocking code PUK for PIN unlocking. അതായത് നമ്മുടെ സിമ്മ് തരുമ്പോൾ അതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു സിമ്മായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സിമ്മ് ഉപയോഗിക്കുന്ന സബ്സ്ക്രൈബറെ ഐഡന്റിഫൈ ചെയ്യും, അതുപോലെ തന്നെ ഓതന്റിക്കേഷൻ നടത്തും. പിന്നീട് ആ പിന്നിനെ നമുക്ക് ഈ സിമ്മ് ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യാം, അത് അൺബ്ലോക്ക് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സംവിധാനവും സിമ്മിനോട് കൂടെ. ഓക്കെ, നെക്സ്റ്റ് ബ്ലൂടൂത്ത്. Bluetooth is a wireless technology standard for exchanging data over short distances using short wavelength (UHF) radio waves in the ISM band from 2.4 to 2.485 GHz from fixed and mobile devices and building personal area networks. Bluetooth എന്ന് പറയുന്നത് ഒരു വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ് ആണ്. അത് വയറില്ലാതെ നമുക്ക് ഡാറ്റയെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. അതിന് UHF ആണ്, UHF റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുക. അതായത് കുറച്ച് ദൂരത്തേക്ക് ബ്ലൂടൂത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, ലോങ് ഡിസ്റ്റൻസ് പറ്റില്ല. ഷോർട്ട് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കുന്നതാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. അതിന് UHF റേഡിയോ വേവ്സ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിന്റെ ISM ബാൻഡ് എന്ന് പറയുന്നത് 2.4 GHz to 2.485 GHz ആണ്. ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക ബ്ലൂടൂത്തിൽ. അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ മൊബൈലിന് കമ്പ്യൂട്ടറിലേക്ക്, കമ്പ്യൂട്ടർ മൊബൈലിലേക്ക് എല്ലാം ഈ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. It is invented by telecom vendor Ericsson in 1994. അത് എറിക്സൺ ആണ്, ടെലികോം വെണ്ടർ എറിക്സൺ ആണ് എന്ത് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബ്ലൂടൂത്ത് ഇൻവെന്റ് ചെയ്തത്. അത് 1994 എറിക്സൺ ഈ ബ്ലൂടൂത്ത് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. It was originally conceived as a wireless alternative to RS-232 data cables. നമ്മൾ RS-232 ഡാറ്റ കേബിൾസ് ഒക്കെ ഉപയോഗിക്കുന്ന RS-232 ഡാറ്റ കേബിൾസ് ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ഒഴിവാക്കാൻ കഴിയുന്നത് ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കേബിളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡാറ്റകളെ ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യും. It can connect several devices, overcoming problems of synchronization. ഒരുപാട് ഡിവൈസ് ഇട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബ്ലൂടൂത്തിനെ കണക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. Universal Serial Bus is an industry standard developed in the mid-1990s that defines the cables, connections and communication protocols used in a bus for connection, communication and power supply between computers and electronic devices. USB നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ USB ഡ്രൈവ് ഉപയോഗിച്ചിട്ടുണ്ടാവും. USB പറയുന്ന നമ്മുടെ പെൻഡ്രൈവ് എല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്ന USB എന്ന് പറയുന്നത്, നമ്മുടെ USB എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സീരിയൽ ബസ്. യൂണിവേഴ്സൽ സീരിയൽ ബസ്സിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആയതുകൊണ്ടാണ് പെൻഡ്രൈവിന് നമ്മൾ USB എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയുന്നത്? നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കണക്ടർ, നമ്മുടെ പണ്ടൊക്കെ കമ്പ്യൂട്ടറും പ്രിന്ററും ഒക്കെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റു ഡിവൈസായിട്ട് പെരിഫറൽസായിട്ട് കണക്ട് ചെയ്യുന്നത് വിവിധ കണക്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സീരിയൽ പോർട്ട്, ബാർ പോർട്ടൊക്കെ ഇങ്ങനെ പല പോർട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം മാറി എല്ലാത്തിനും പൊതുവായി കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അതാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ
കണക്ഷൻ ഉപയോഗിക്കാനും കണക്ടറായിട്ട് കണക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പരസ്പര കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇതിന്റെ കേബിൾ എല്ലാം ഒരു പ്രോട്ടോകോളില്, ആ പ്രോട്ടോകോളാണ് USB എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ ഉപയോഗിക്കുമ്പോൾ അതില് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ആ കേബിൾ കൂടെ കഴിയും. അതുപോലെ തന്നെ ചാർജിങ്ങും പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ കഴിയും. കീബോർഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലെ ചാർജ് കീബോർഡിലേക്ക് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനും എന്ത് ചെയ്യുന്നു, ചാർജിങ് കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും പവർ സപ്ലൈ ട്രാൻസ്ഫർ ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും എല്ലാത്തിനും കൂടെ ആകെ ഒരു കണക്ഷൻ മതി. അപ്പോൾ ആ ഒരു സംവിധാനമാണ് USB എന്ന് പറയുന്നത്. അതായത് കേബിൾസ്, കണക്ടേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ എ ബസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് ബസ് എന്ന് പറയുന്നത്. ഡാറ്റ കടന്നു പോകുന്ന വയർ സിസ്റ്റമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രിന്റഡ് സിസ്റ്റമാണ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബസ് ഫോർ കണക്ഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ. ആൻഡ് പവർ സപ്ലൈ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് ഡിവൈസും തമ്മിലുള്ള പവർ സപ്ലൈ ട്രാൻസ്ലേഷൻ അതെല്ലാം USB-യിലൂടെ നടക്കും. ഓക്കെ. USB was designed to standardize the connection of computer peripherals, including keyboards, pointing devices, digital cameras, printers, portable media players, disk drives, and network adapters to personal computers, both to communicate and to supply electric power. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് നടത്തുന്നത് പോലെ തന്നെ ഇലക്ട്രിക് പവറും അങ്ങോട്ടും ട്രാൻസ്ഫർ നടത്തുന്നു. അതുപോലെ ഏതെല്ലാം ഡിവൈസിന് ഇത് ഉപയോഗിക്കുന്നു? കീബോർഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ കീബോർഡ്, അത് പോയിന്റിംഗ് ഡിവൈസസ്, മൗസ് പോലുള്ള ഡിവൈസസ്, പിന്നെ ഡിജിറ്റൽ ക്യാമറാസ്, പ്രിന്ററുകൾ, പോർട്ടബിൾ മീഡിയ പ്ലേയേഴ്സ്, ഡിസ്ക് ഡ്രൈവ് ആൻഡ് നെറ്റ്വർക്ക് അഡാപ്റ്റർ, ഇതിനെല്ലാം USB ആണ് ഇപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇറ്റ് ഹാസ് ബിക്കം commonplace on other devices such as smartphones, PDAs, and video game consoles. USB has effectively replaced a variety of earlier interfaces such as serial and parallel ports, as well as separate power chargers for portable devices. നേരത്തെ പറഞ്ഞു, അതെ, USB വന്നതോട് കൂടി തന്നെ നമ്മുടെ സീരിയൽ പോർട്ട്, നമ്മുടെ പാരലൽ പോർട്ട്, ഇതിലുള്ള ഒരുപാട് ഡിവൈസുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു. അതിനെല്ലാം ഒറ്റ പോർട്ട് മതി. എന്ത് മതി? USB എന്ന് പറയുന്ന പോർട്ട് മതി. ആ USB പോർട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കണക്ട് ചെയ്യാനും അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാനും എല്ലാം കഴിയും. ഓക്കെ. നെക്സ്റ്റ്, വൈഫൈ. also spelled Wi-Fi or Wi-Fi. ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് വൈഫൈ എഴുതാം. ഇറ്റ്സ് എ ലോക്കൽ ഏരിയ വയർലെസ് ടെക്നോളജി ദാറ്റ് അലൗസ് an electronic device to exchange data or connect to the internet using 2.4 GHz UHF and 5 GHz SHF radio waves. വൈഫൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോക്കൽ ഏരിയ വയർലെസ് ടെക്നോളജിയാണ്. വയർലെസ്, നമ്മൾ വയറില്ലാതെ ഡിവൈസുകൾ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് വൈഫൈ എന്ന് പറയുന്നത്. അത് ലോക്കൽ കുറച്ച് ഏരിയയിലേ ഇത് കിട്ടുള്ളൂ, ദൂരത്തേക്ക് കിട്ടത്തില്ല. അപ്പൊ ലോക്കൽ ഏരിയ വയർലെസ് ടെക്നോളജി ആണ് ഏത്? വയർലെസ് സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ വൈഫൈ എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചിത ഏരിയയിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് വേണ്ട? കേബിൾ കണക്ഷൻ വേണ്ട. അതിന് ഏത് ഫ്രീക്വൻസി റേഞ്ചുകളാണ് ഉപയോഗിക്കുന്നത്? 2.4 ജിഗാഹെർട്സും 2.4 ജിഗാഹെർട്സുള്ള UHF സിഗ്നലും ആവാം, UHF ഫ്രീക്വൻസി സിഗ്നലും ആവാം. അതുപോലെ തന്നെ 5 ജിഗാഹെർട്സ് ഉള്ള SHF സിഗ്നലും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന റേഡിയോസും നമ്മൾ ഈ വൈഫൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ.
The name is a trademark name. Wi-Fi എന്ന് പറയുന്ന ഒരു trademark name ആണ്. And is a play on the audiophile term hi-fi. അത് നമ്മൾ ഹൈഫൈ ഒക്കെ കേട്ടില്ല പണ്ട്, നമ്മളെ ഹൈ ഫിഡിലിറ്റി, അതായത് ഫോൺ സ്പീക്കർ അതുപോലുള്ള മൈക്രോഫോൺ എല്ലാം ഹൈ ഫിഡിലിറ്റി, റേഡിയോ ഒക്കെ ഹൈ ഫിഡിലിറ്റിയിലായിരിക്കും, നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ടേമിൽ നിന്നും വന്ന് അതേപോലുള്ളൊരു ടേമാണ് ഇത് വൈഫൈ എന്ന് പറയുന്നത്. Many devices can use Wi-Fi. Example: personal computers, video game consoles, smartphones, digital cameras, tablet computers, and digital audio players. ഇവിടെ എല്ലാം എന്തും ഉപയോഗിക്കുന്നുണ്ട്, വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടർ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്, വീഡിയോ ഗെയിം കൺസോൾസിൽ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ഫോണിൽ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്, ഡിജിറ്റൽ ക്യാമറയിൽ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്, ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സിൽ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഡിജിറ്റൽ ഓഡിയോ പ്ലേയേഴ്സ് വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ദിസ് ക്യാൻ കണക്ട് ടു എ നെറ്റ്വർക്ക് റിസോഴ്സ് സച്ച് ആസ് ദ ഇന്റർനെറ്റ് വയ എ വയർലെസ് നെറ്റ്വർക്ക് ആക്സസ് പോയിന്റ്. അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിന്റെ മേന്മകൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വൈഫൈ കൊണ്ടുള്ള നേട്ടങ്ങൾ. വൈഫൈ അലോസ് ചീപ്പർ ഡിപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ലാൻസ്. ഒരു സ്ഥാപനത്തിലെ കുറെ കമ്പ്യൂട്ടറുകൾ പരസ്പരം നെറ്റ്വർക്ക് ചെയ്യുന്നത് ലാനായിരുന്നു, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നത്. ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇപ്പോൾ വൈഫൈ ഉള്ളതുകൊണ്ട് വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം സിസ്റ്റം തമ്മിൽ വൈഫൈ ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്ക്. Also spaces where cables cannot be run, such as outdoor areas and historical buildings, can host wireless LANs. അതായത് നമുക്കറിയാം ചില ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, കുത്തബ് മിനാർ, താജ്മഹൽ പോലുള്ള ബിൽഡിങ്ങുകൾ, അതേപോലുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങുകളിലൊക്കെ ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ചുമരിൽ കൂടെ എല്ലാം വയർ കൊണ്ടുപോകണം. ആ ബിൽഡിങ്ങിന്റെ എല്ലാം മേലെ ആണിക്കടിച്ച് ബിൽഡിങ് പൊട്ടിക്കടയിൽ പോകും. അപ്പോൾ അതെല്ലാം ഈ വൈഫൈ വന്നതോടെ നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണ്. എന്തല്ല, ഇവിടെ ഒന്നും വയർ ചെയ്യേണ്ട ആവശ്യമില്ല, പകരം എന്ത് കിട്ടും, നമ്മുടെ വയറില്ലാതെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് കിട്ടും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ബിൽഡിങ്ങിന്റെ പുറം സൈഡിൽ, വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലൊക്കെ അതിന്റെ പുറം സൈഡിലൂടെ നമ്മൾ വയറിങ് ചെയ്യേണ്ട ഒരു കേസ് വരുവാണെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അതിലൂടെ പോയി ചെയ്യാനും അതിനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ വൈഫൈയുടെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ വയറിംഗ് ചെയ്യേണ്ട കേസ് വരുന്നില്ല. അതാണ് ഔട്ട്ഡോർ ഏരിയാസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്സ് ക്യാൻ ഹോസ്റ്റ് വയർലെസ് ലാൻസ്. ഡിഫറെന്റ് കോമ്പറ്റീവ് ബ്രാൻഡ്സ് ഓഫ് ആക്സസ് പോയിന്റ് ആൻഡ് ക്ലയന്റ് നെറ്റ്വർക്ക് ഇന്റർഫേസസ് ക്യാൻ ഇന്റർ ഓപ്പറേറ്റ് അറ്റ് എ ബേസിക് ലെവൽ ഓഫ് സർവീസ്. നെക്സ്റ്റ്, മെമ്മറി കാർഡ്. ഉണ്ടാവും മെമ്മറി കാർഡ്, നിങ്ങളുടെ ഫോണിലൊക്കെ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ സ്മോളർ സ്റ്റോറേജ് ഡിവൈസ് ആണ് മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. അതും ഇപ്പോൾ വളരെയധികം ചെറുതായി ഏറ്റവും കുഞ്ഞ് സൈസിലേക്ക് എന്ത് മാറിയിട്ടുണ്ട്, മെമ്മറി കാർഡ് മാറിയിട്ടുണ്ട്. എ മെമ്മറി കാർഡ് ഓർ ഫ്ലാഷ് കാർഡ് ഈസ് an electronic flash memory data storage device used for storing detailed information. A memory card or flash card is an electronic flash memory data storage device used for storing detailed information. നമുക്കറിയാം മെമ്മറി കാർഡ് എന്ന് പറയുന്നതിന് ഫ്ലാഷ് കാർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഫ്ലാഷ് കാർഡ് എന്ന് പറയും. അത് ഡീറ്റെയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യിക്കാൻ പറ്റില്ല ഒരു ചെറിയ മെമ്മറി ഡിവൈസ് ആണ്. മെമ്മറി സ്റ്റോറേജ് ഡിവൈസ് ആണ് മെമ്മറി കാർഡ് അഥവാ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്. These are commonly used in many electronic devices including digital cameras, mobile phones, laptop computers, MP3 players and video game consoles, tablets, etc. ഇത് എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? നമുക്കറിയാവുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായും ഡിജിറ്റൽ ക്യാമറയിൽ എന്ത് ഉപയോഗിക്കുന്നു? മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. MP3 പ്ലേയേഴ്സിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വീഡിയോ ഗെയിം കൺസോൾസിൽ ഉപയോഗിക്കുന്നുണ്ട്. ടാബ്ലറ്റ് ഫോണുകൾ എല്ലാം എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ.